Hello friends, welcome to my YouTube channel Haru and Tanu. വളരെ വ്യത്യസ്തമായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കുന്ന ഒരു ചാമ്പക്ക ജ്യൂസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാനായിട്ട് പോകുന്നത്. അതിനായിട്ട് ചാമ്പക്ക ക്ലീൻ ചെയ്ത് അതിന്റെ അകത്തെ കുരുവൊക്കെ മാറ്റി ഇതുപോലെ ചെറിയ ചെറിയ പീസസ് ആയിട്ട് ഒന്ന് മുറിച്ചെടുക്കണം. ക്ലീൻ ആക്കി ചെറിയ പീസ് ആയിട്ട് മുറിച്ചെടുത്ത് 2 കപ്പ് ചാമ്പക്കയാണ് നമ്മൾ ഇവിടെ എടുത്തേക്കുന്നത്. ഒരു സോസ് പാനിലേക്ക് നമുക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 2 കപ്പ് ചാമ്പക്ക മുറിച്ചതിന് 1/2 കപ്പ് പഞ്ചസാരയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ഏതൊരു മെഷറിംഗ് കപ്പിലാണ് എടുക്കുന്നത് അതേ മെഷറിംഗ് കപ്പിൽ തന്നെ നമ്മൾ പഞ്ചസാരയും അളന്നാൽ മതി. പഞ്ചസാരയുടെ ഒപ്പം തന്നെ നമുക്ക് 1/4 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് ഫ്ലെയിം ഒന്ന് ഓൺ ആക്കി കൊടുക്കാം. ഇനി ഈ പഞ്ചസാര വെള്ളത്തിൽ ഒന്ന് അലിഞ്ഞു കിട്ടണം, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ പഞ്ചസാര വെള്ളത്തിൽ അലിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ഒപ്പം നമുക്ക് ചെറുതായിട്ട് മുറിച്ച് വെച്ചിരിക്കുന്ന ചാമ്പക്ക ചേർത്ത് കൊടുക്കാം. ഇനി ഈ ചാമ്പയ്ക്ക 2 മിനിറ്റ് നേരം ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. 2 മിനിറ്റ് മാത്രം മതി. ചാമ്പയ്ക്ക ജ്യൂസ് അടിക്കുമ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ആ പച്ച ടേസ്റ്റ് ഇല്ലാതെ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ഒരു വ്യത്യസ്തമായിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസ് നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് സാധിക്കും. ഗസ്റ്റൊക്കെ വീട്ടിൽ വരുന്ന സമയത്ത് ഇത് സെർവ് ചെയ്യുകയാണെങ്കിൽ ഇത് എന്തിൻ്റെ ജ്യൂസാണെന്ന് പോലും മനസ്സിലാകില്ല, അത്രയ്ക്ക് ടേസ്റ്റാണ്. ഇനി ഈ ചാമ്പയ്ക്ക നമുക്ക് 2 മിനിറ്റ് നേരം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഈ പഞ്ചസാരയിൽ കിടന്ന് ഇതൊന്ന് ചെറുതായിട്ട് കുക്ക് ചെയ്ത് വരട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ചാമ്പയ്ക്ക ഇവിടെ കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു കൂട്ട് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. ചാമ്പയ്ക്കയുടെ ഒപ്പം തന്നെ ഞാൻ ചെറിയ കഷ്ണം ഇഞ്ചി കൂടി എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ചാമ്പയ്ക്കയും ഇഞ്ചിയും അതുപോലെ തന്നെ വെള്ളവും ചേർത്ത് മിക്സിയിലിട്ട് ഒന്ന് അരച്ചെടുക്കണം. ഞാനിവിടെ 2 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു മെഷർമെൻറ്റ് ഫോളോ ചെയ്യുവാണെങ്കിൽ കറക്റ്റ് മധുരത്തിന് നമുക്ക് കിട്ടും. അങ്ങനെ മിക്സിയുടെ ഏറ്റവും വലിയ ജാറിലിട്ട് നമ്മൾ ഇതൊന്ന് ഗ്രൈൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു അരിപ്പയിലൂടെ ഇതൊന്ന് അരിച്ചെടുക്കണം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ഇവിടെ റെഡിയാണ്. കുട്ടികൾക്കും അതുപോലെ തന്നെ മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു ഡ്രിങ്കാണ്. വീട്ടിൽ ചാമ്പക്കയൊക്കെ ഉള്ളവർ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചാമ്പക്കയൊക്കെ സാധാരണ വീണ് പോവാറാണ് പതിവ്. അതുകൊണ്ട് ഇതുപോലെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പല റെസിപ്പീസും നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. നമ്മുടെ ഈ ഒരു ചാനലിൽ കൂടെ തന്നെ ചാമ്പക്ക കൊണ്ടുള്ള പല റെസിപ്പീസും നമ്മൾ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ആ റെസിപ്പീസൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഈ വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻസിൽ പറയണം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. കീപ് വാച്ചിങ്. ഹരു ആൻഡ് താനു. ബൈ.